എന്താ പറയുക, ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്ഭുതവുമായ ഒരു ഇലക്ഷൻ റിസൾട്ട് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. നമുക്ക് മാത്രമല്ല, ജനങ്ങൾക്ക് മാത്രമല്ല, പാർട്ടി നേതാക്കൾക്കും ഇതൊരു സർപ്രൈസ് ആയിരുന്നു എന്നാണ്. തെരഞ്ഞെടുപ്പ് എപ്പോഴും, ലോക്കൽ ബോഡി ഇലക്ഷൻ എപ്പോഴും LDF തന്നെയാണ്. അങ്ങനത്തെ ഒരു സംസാരം തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. റിപ്പോർട്ട് TV സുജയ ചോദിക്കുന്നില്ല, കപ്പൽ മുങ്ങിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, കപ്പൽ മുങ്ങിയിട്ടില്ല, പക്ഷേ കപ്പലിൽ വെള്ളം കയറി തുടങ്ങിയെന്ന് വേണം കരുതാനെന്നൊക്കെ അരുണൊക്കെ പറയുന്നുണ്ട്. BJP ഒരു മുന്നേറ്റം BJP പോലും ഒരു പക്ഷേ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ, അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മുന്നേറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ശരിക്കും മറ്റുള്ള പാർട്ടികൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും ഒരുപോലെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല. കാരണം വെച്ചാൽ പിന്നെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിനൊരു BJP മേയറെ കിട്ടിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ചിലർ ചോദിക്കുക, എന്ത് BJP മേയറെ കിട്ടിയത് കേരളത്തിന്റെ അതങ്ങനെയാ ഇതിങ്ങനെയെന്നൊക്കെ പോലെ. തലയിൽ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം ഇതൊന്നും എന്താ പറയുക വലിയ പ്രശ്നമുള്ള കാര്യങ്ങൾ. ഇവരൊരു ഭീകര തത്വമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് നമ്മളെ പറ്റിച്ചു കാലങ്ങളെ പറ്റി. സർക്കാർ അല്ലെങ്കിൽ ഡബിൾ എഞ്ചിൻ പിന്നെ ഭരണമായിരിക്കും എന്ന് പറയുമ്പോൾ ഡബിൾ എഞ്ചിൻ അല്ലെങ്കിൽ ട്രിപ്പിൾ എഞ്ചിൻ പ്രവർത്തനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് ഒരു വിജയം നേടിക്കൊടുത്തത്. തൊട്ട് മുൻപ് ഈ പ്രചരണ സമയത്തൊക്കെ തരുന്നത്, നിങ്ങളൊരു 5 കൊല്ലം ഞങ്ങൾക്ക് തരൂ, 5 കൊല്ലം ഞങ്ങൾ ഭരിച്ചു കാണിക്കാം എങ്ങനെ ഭരിക്കണം എന്നുള്ളത്. എന്നിട്ട് ഞങ്ങൾ ഭരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞ ശേഷം നിങ്ങൾ LDF-നോ അല്ല UDF-നോ ആർക്കാച്ചും വോട്ട് ചെയ്തോളൂ എന്നാണ്. കേരളത്തിന് എന്തോ വലിയൊരു ഭീകര സംഭവം അല്ലെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന റോഡിന്റെ ഒരു പിക്ചറും, അതായത് സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ച് സെൻട്രൽ ഗവൺമെന്റ് മേൽനോട്ടത്തിലുണ്ടാക്കിയ ഒരു റോഡിന്റെ പിക്ചറും, പിന്നെ UP-യിലെയും എവിടെയെങ്കിലും ഏതോ സ്ഥലത്തുള്ള പൊട്ടിപ്പൊളിഞ്ഞ ഏതോ ഗ്രാമപ്രദേശത്തുള്ള ഏതോ പൊട്ടിപ്പൊളിഞ്ഞ ഫോട്ടോയൊക്കെ ഇട്ടിട്ട് പലരും അതിനെ ന്യായീകരിക്കുന്നത് അല്ലെങ്കിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നതൊക്കെ പോർട്രേറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടു. കാരണം അവരൊക്കെ എന്താണ് പോർട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. കാരണം നമുക്ക് മനസ്സിലാക്കാം, ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് UP-യിലൊക്കെ ഞാൻ കണ്ടറിഞ്ഞ വ്യക്തിയാണ്. UP-യിലെയും അതുപോലെ തന്നെ പല ഭാഗങ്ങളിലെയും, പണ്ടത്തെ UP ഒന്നുമല്ല, നിങ്ങൾ അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും അവിടെ ഉണ്ടായിരിക്കുന്ന വികസനം എന്നൊക്കെ പറയുന്നത് വളരെ 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 വലുതാണ്. ഓക്കെ, നമ്മളെ മുന്നിലേക്ക് കുറെ ആൾക്കാർ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഇട്ട് വരിക. ഞാൻ പറയുന്നത് കള്ളമാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളൊരു ടിക്കറ്റ് എടുത്തിട്ട് UP-യിൽ ഉത്തർപ്രദേശിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അവിടുത്തെ മാറ്റങ്ങൾ മനസ്സിലാവും. ഓക്കെ, കൂടാതെ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും അതിനെപ്പറ്റിയുള്ള UP-യിലെ മാറ്റങ്ങളെ കുറിച്ചൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ശരിക്കും പ്രബുദ്ധരാവുകയാണ്, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ബുദ്ധിപരമായ രാഷ്ട്രീയ പാർട്ടികളെ തിരഞ്ഞെടുക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ചിത്രം കൂടിയാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് നമുക്ക് നൽകുന്നത്.